കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇന്ത്യക്കാർ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലിക്ക് തുടക്കമായത്. അതിനാരംഭം കുറിച്ചതാകട്ടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. അതിങ്ങനെയായിരുന്നു. ചുവന്ന പുറം ചട്ടയുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന അമൂല്യ ഗ്രന്ഥത്തിന്റെ ചെറുപതിപ്പും കൈകളിലേന്തി രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കിലും മൂലയിലും വരെ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച പ്രചാരണം. ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുവാൻ പ്രതിപക്ഷ കക്ഷികളെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തി ഇന്ത്യ സഖ്യ രൂപീകരിച്ച് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ചെറുതും വലുതുമായ നേതാക്കളും പ്രവർത്തകരും ഭരണഘടനയുടെ ചെറുപതിപ്പും കൈകളിലേന്തി രാജ്യത്തെ വീണ്ടെടുക്കുവാനുള്ള പോരാട്ടത്തിൽ രാഹുലിനൊപ്പം അണിചേർന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ സമര ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും കാണാനാവാത്ത വിധം സമാനതകളില്ലാത്ത ഒരു പോരാട്ടമായിരുന്നു അത്. നീണ്ടകാലം സാമ്രാജ്യത്വ ശക്തികളിൽ അടിപ്പെട്ടു പോയ ഒരു രാജ്യത്തെ നിരവധിയായ നേതാക്കളും സാധാരണ പൗരന്മാരും രക്തവും മാംസവും ജീവനും നൽകി വീണ്ടെടുത്തതിനു ശേഷം സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചു വന്ന സാഹചര്യത്തിൽ രാജ്യത്തിലെ തന്നെ കപട ദേശീയവാദികളും ഫാസിസത്തിന്റെ വക്താക്കളുമായ ഭരണാധികാരികളിൽ നിന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു അത്. സമാനതകളില്ലാത്ത ആ പോരാട്ടത്തിന്റെ ഫലമായി രാജ്യത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടായി. മോദി ഷാ അച്ചുതണ്ടിൽ മാത്രം കറങ്ങിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ രാഹുലിലേക്കും കോൺഗ്രസിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും പിന്നെ പരശതം കോടി വരുന്ന രാജ്യത്തെ ഓരോ പൗരന്റെ ശബ്ദത്തിലേക്കും കാതോർക്കുവാൻ രാജ്യത്തെ നിർബന്ധിതമാക്കി. ഇത് കേവലം ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലം കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമല്ല. അതിനും എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാൻ രാഹുൽ എന്ന പോരാളി നടത്തിയ പോരാട്ട ചരിത്രത്തിന്റെ നേരനുഭവങ്ങൾ അതിലുണ്ട്. പപ്പുവിളികളാൽ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ നിർവീര്യമാക്കുവാൻ കഴിഞ്ഞു എന്ന് ആശ്വസിച്ച BJPക്കും സംഘപരിവാർ ശക്തികൾക്കും പക്ഷെ തെറ്റിപ്പോയി. ആ വിളികളിൽ അദ്ദേഹം അശക്തനാവുകയായിരുന്നില്ല, മാറി നിന്ന് വലിയൊരു പോരാട്ടത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുകയായിരുന്നു. രാഹുലിനെ നിശബ്ദനാക്കി മാറ്റി നിർത്തിയെന്ന് ആശ്വസിപ്പിച്ച ഘട്ടങ്ങൾ മാത്രമായിരുന്നു രാജ്യത്ത് BJPക്ക് അപ്രമാദിത്വം തെളിയിക്കാനായ സന്ദർഭങ്ങൾ. അതിനപ്പുറമുള്ള നാളുകളിൽ രാജ്യം കാണുകയായിരുന്നു പപ്പുവിളികളിൽ നിന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്കും ജനങ്ങളുടെ പ്രതീക്ഷകളുടെ അവസാന അത്താണി എന്ന നിലയിലേക്കും രാഹുൽ എന്ന നേതാവ് എങ്ങനെയാണ് വളർന്നു കയറിയതെന്ന്. തന്റെ പോരാട്ട വഴികളിൽ എല്ലാ ഘട്ടത്തിലും രാഹുൽ ചേർത്ത് നിർത്തിയത് ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങളെയായിരുന്നു. രാജ്യത്തിന്റെ മനസാക്ഷി നടുക്കിയ നിർഭയ കേസിൽ നിർഭയയുടെ കുടുംബത്തെ ഏറ്റെടുക്കുകയും സഹോദരന് വിദ്യാഭ്യാസം നൽകി അവന്റെ ആഗ്രഹം പോലെ അവനെ ഒരു പൈലറ്റ് ആക്കുകയും ചെയ്തപ്പോൾ ഒരൊറ്റ നിബന്ധന മാത്രമേ രാഹുൽ അവർക്ക് മുൻപിൽ വെച്ചുള്ളൂ. അത് മറ്റാരും അറിയരുത് എന്നായിരുന്നു. തുടർന്നിങ്ങോട്ട് പരിഗണന ആവശ്യമുള്ള എല്ലാ സമൂഹങ്ങളുടെയും എല്ലാ വ്യക്തികളുടെയും അവസാന പ്രതീക്ഷയായി രാഹുൽ ഗാന്ധി. കർഷക സമരങ്ങൾ, മണിപ്പൂരിൽ മുറിവേറ്റ ജനങ്ങൾക്കിടയിൽ, ജലത്താൽ മുറിവേറ്റ കേരളത്തിലെയും വയനാട്ടിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ വേദനകളിൽ രാജ്യത്തെവിടെയും വേദനിക്കുന്നവരുടെയും ആശയറ്റവരുടെയും അരികിൽ ഓടിയെത്തിയത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ ഞാനിതാ ഒരു സ്നേഹത്തിന്റെ കട തുറക്കുകയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാജ്യത്തിന്റെ ഹൃദയത്തിലൂടെ തലങ്ങും വിലങ്ങും അയാൾ നടത്തിയ ഭാരത് ജോഡോ യാത്രയിലും പിന്നീട് അങ്ങോട്ട് തുടർന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയിലും ഒരു രാജ്യം രാഹുലിന് പിന്നാലെ നടക്കുകയായിരുന്നു. നാം എല്ലാവരും കണ്ടതാണ്. അനേകം അമ്മമാർ, പിതാക്കൾ, കർഷകർ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ എന്ന് തുടങ്ങി രാജ്യത്ത് പ്രായഭേദമില്ലാതെ ഓരോരുത്തർക്കും ഓടിച്ചെന്ന് എന്റേതെന്ന് പറഞ്ഞ് അവകാശത്തോടെ ചേർത്ത് പിടിക്കാൻ രാജ്യത്തുള്ളത് രാഹുൽ ഗാന്ധി മാത്രമാണെന്ന്. രാഹുലിനാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ എന്ന് തിരിച്ചറിഞ്ഞ അവർ രാഷ്ട്രത്തിന്റെ കാവൽ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് നൽകി. തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി പാർലമെന്റിലേക്ക് അയച്ചു. ബജറ്റ് ചർച്ചകൾ പോലും നടത്താതെ, സഭയിൽ വന്ന കരട് ബില്ലുകൾ ചർച്ചയ്ക്ക് പോലും വെക്കാതെ ഏകപക്ഷീയമായി തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന BJP സർക്കാരിന് അവിടെ കടിഞ്ഞാണിടുകയായിരുന്നു രാഹുൽ ഗാന്ധി. അദാനിക്കും അംബാനിക്കും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തീരെഴുതി നൽകുന്നതിനെ അയാൾ ചോദ്യം ചെയ്തു. കാവൽക്കാരൻ കള്ളനാണെന്ന് അയാൾ ഉറക്കെ പറഞ്ഞു. ഭരണപക്ഷം പ്രതിസന്ധിയിലാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിർത്തിയിൽ യുദ്ധം നടക്കുന്നതിനെ അയാൾ ചോദ്യം ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചു. അവസാനം സമാനതകളില്ലാത്ത പോരാട്ടം നടത്തി രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് വരെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിവുകൾ നിരത്തി രാജ്യത്തോട് സംവദിച്ചു. കാത്തിരുന്നോളൂ, അയാൾക്ക് MP സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. തുഗ്ലക് ലൈനിലെ വസതിയിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് അയാൾക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നേക്കാം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ
ഭരണഘടനയെ സംരക്ഷിക്കുവാൻ നടത്തിയ പോരാട്ടങ്ങളുടെ പേരിൽ അയാൾക്ക് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നേക്കാം, ED അന്വേഷണം നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും തന്നിൽ ജീവൻ അവശേഷിക്കുന്ന അവസാന നിമിഷവും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ ഓരോ ജനങ്ങൾക്കു വേണ്ടിയും രാഹുൽ പോരാടും. എന്റെ വിധേയത്വം ഭരണഘടനയോട് മാത്രമാണ്. എന്റെ സത്യപ്രതിജ്ഞ ഭരണഘടനയെ മുൻനിർത്തി ഈ രാജ്യത്തെ പൗരന്മാരോട് മാത്രമാണെന്നാവും ആ സാഹചര്യങ്ങളിലും നിർഭയം അയാൾ വിളിച്ചു പറയുക. ആ രാഹുൽ എന്ന നിർഭയനും ധീരനുമായ പോരാളിക്കൊപ്പം ചേർന്ന് നിന്ന് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് രാജ്യത്തെ പൗരന് രാജ്യത്തോടും ഭരണഘടനയോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഓർക്കുക, പോരാട്ട വീഥികളിൽ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഒരു രാഹുൽ ഉണ്ടായി എന്നത് മാത്രമാണ് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ അവശേഷിക്കുന്ന ഏക നന്മ.